ാണ് ഉമ്മന്റെ അടുത്ത് കുട്ടിയും പിടിച്ച് ഈ വ്യക്തിനെയും പിടിച്ച് വരികയാണ്. വന്ന് ഞാൻ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത്? നമ്മൾക്ക് കഠിനമായ വാസനയാണ്. ആ വാസന കൊണ്ടാണ് കുട്ടി പറഞ്ഞത്, ബാപ്പാൻ എന്താക്കരുത്, നിങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു പോകരുത്, പുറത്ത് കിടത്തണമെന്ന് ആ കുട്ടി ആ നിലക്ക് പറഞ്ഞതുകൊണ്ടാണ് മുഖം എന്താണ് അന്നലക്ക് വികൃതമാകുകയും ഉൾക്കൾ വരികയും വാസന പുറപ്പെടുകയും ആ നിലക്കായതിന്റെ പേരാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, കുട്ടി എന്താണ് പറഞ്ഞ അതുപോലെ നിങ്ങൾ ചെയ്തു കൊള്ളുക. കാരണം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ യാസീനോ ഓതുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ചത്താലും ശരിക്ക് ബദരീങ്ങളവർക്ക് യാസീൻ ഓതൂല എന്നാണ് പറഞ്ഞത് കേട്ടോ. കഠിനമായ വേദനന്റെ പൊളയുന്ന സമയത്ത് പോലും മക്കളെ അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പെട്ടുപോകരുത്, ഇബ്ലീസിന്റെ ഷർറിൽ പെട്ടുപോകരുത്. ആ വ്യക്തി അന്നേരം പറഞ്ഞ് ഞാൻ ചത്താലും ഞാൻ എന്താവൂല, എന്താണ് ബദരീങ്ങളവർക്ക് യാസീൻ ഓതൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. നോക്കണം മക്കളെ, നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഔദു ബില്ലാഹ്, അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ എന്താണ് ഏതിന്റെ പിന്നിലും പോകരുത്. ഹബീബ് കാണിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെ മുറുകെ പിടിച്ചുകൊള്ളണം. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്താണ് മറ്റുള്ള പ്രസ്ഥാനക്കാരും ഞങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയും, പക്ഷേ അത് ഇബ്ലീസിന്റെ ജമാഅത്താ, അതിൽ പെട്ടുപോകരുത്. വളരെ സൂക്ഷിക്കണം കേട്ടോ. പല പാർട്ടികൾ വന്നിട്ടുണ്ട്, പാർട്ടിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിലേക്ക് അങ്ങ് പോയാൽ നിങ്ങൾ ഈമാൻ പോവും, നിങ്ങൾ നരകായിട്ട് കാണണ്ട. ഈ കള്ളന്മാരൊന്നും അടുത്ത് വരൂല കേട്ടോ. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെയും നിങ്ങളെയും എല്ലാം അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ നല്ലൊരു ദർസ് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഭാരവാഹികളെയും എല്ലാ പ്രസിഡന്റിനെയും ഖൽബ് അള്ളാഹു ശുദ്ധീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കൽബും എന്താണ് ഫിത്നയും ഫസാദും ഒന്നും ഭയമില്ല എന്ന് വന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാവും. അത് എവിടെ ബൈക്ക് വെച്ച് കക്കാനും തോന്നും, പിന്നെ കിലോമീറ്ററും വെച്ച് കക്കാനും തോന്നും. അത് കൽബ് ശുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. കൽബിൽ അല്ലാഹുവിന്റെ ഒരു അണുമണി തൂക്കം പോലും എന്താണ് കൽബിൽ ഈമാനില്ല എന്ന തെളിവാണത്. എന്താണ് നിസ്കരിക്കുന്നു, ഉസ്താദിന്റെ പിന്നിലും അല്ലാഹു അക്ബർ തീർന്നു, എല്ലാം കെട്ടുന്നു. പക്ഷെ കൽബിൽ ഒരൊറ്റ ഈമാനില്ല എന്ന തെളിവാണത്. സംശയത്തിന് വയ്യ ആയിരിക്കില്ല. കൽബിൽ ഈമാൻ വേണം. ഈമാൻ ഉണ്ടെങ്കിൽ എല്ലാത്തിലും പേടിയുണ്ടാവും. അത് ഒരൊറ്റ ഭാര്യ കൂടെ ഇല്ല. ഉണ്ടെങ്കിൽ ഒക്കെ പറയാൻ വല്ല ധൈര്യം കൊണ്ടിടെ ഉണ്ടെങ്കിൽ ഈ നിലക്കുള്ള ഒരു പ്രവർത്തനം ഒരുത്തന്റെ കയ്യിലുണ്ടാവില്ല, ഏത് പണ്ഡിതന്റെ കയ്യിലും ഉണ്ടാവില്ല. ഉറപ്പാണ്, സംശയത്തിന്റെ വഴിയില്ലാത്ത. കൽബിൽ ഈമാനില്ല. ഇങ്ങിപ്പോ എത്രയോ വാദം നടക്കുന്നില്ലേ, കൊല്ലം മുഴുവനും വാദം നടക്കുന്നു, കൊല്ലം മുഴുവനും സ്റ്റഡി ക്ലാസ് നടക്കുന്നു, കൊല്ലം മുഴുവനും എന്താണ് ഹദീസ് ക്ലാസ് നടക്കുന്നു, കൊല്ലം മുഴുവനും ഖുർആൻ ക്ലാസ് നടക്കുക. എല്ലാം പൊട്ടിയ ക്ലാസ്സുവാ, ഗീറ്റുള്ള ക്ലാസ്സുവാ അല്ലേ? എല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ആരെങ്കിലും ഒന്ന് നന്നായി വരണ്ട. നമ്മളെ ശരീരം നന്നാവണം. കാല് കെട്ടാ പോരാ, വെളുത്തേ ചെവി കെട്ടി ഇടത്തെ ചെവിയല്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതെല്ലാം കേട്ടില്ല, ഇങ്ങ ആരെങ്കിലും ഇപ്പൊ നന്നാവും? എനിക്കും അഭിപ്രായമില്ല. ഇങ്ങ പോവില്ല, ഇപ്പൊ അങ്ങോട്ടേക്ക് പോവും. കാരണം അതിനുള്ള ഈമാൻ എന്റെ നിങ്ങളിലില്ലേ, അത് ഉണ്ടാവില്ല. അതിന് വരാൻ പ്രയാസ. കാരണം നമ്മൾ പിന്നിൽ പോയതേതാ? ഐശ്വര്യമാണ്. ഐശ്വര്യമാണ് എന്റെ പിന്നിലുള്ളത്. അതിന്റെ പിന്നിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഞാനും നീ എല്ലാം നിസ്കരിക്കുന്നു. എന്ത് നിസ്കാരം? അള്ളാഹുവിനോട് കുശുവുള്ള നിസ്കാരമാണോ എങ്കിലേ കൽബിൽ ഈമാൻ കിട്ടും. വെറുതെ ഇല്ല നല്ലത് എഴുത വെക്കുന്നതല്ല, എല്ലാത്തിലും വേണം. റോഡിന് ഒരു കല്ലോ ഒരു മുള്ളോ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റൽ ഈമാനാ. ഇന്ന് റോട്ടിൽ കല്ലു മരം എടുന്നുണ്ടെങ്കിൽ ആ മുറിച്ചു കൊണ്ടിടുന്ന ഈമാനാ. അതാണ് നമ്മളെ ഈമാൻ. ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് ആരെ ഈമാനാപ്പാത്? എന്തെങ്കിലും സ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരെ പിന്നെ മരം കൊണ്ടാണ് മുറിച്ചിട്ടാണ് കൊണ്ടിടുന്നത്. എവിടെയാണ് ഈമാൻ ഉണ്ടാവുക? എവിടെയാണ് നീ പോകുക? ആലോചിക്കണം കേട്ടോ, ആലോചിക്കണം. നിന്റെ കബറിൽ ഒരു ആണും വരില്ല, എന്റെ കബറിൽ നിങ്ങളും വരില്ല. ശിക്ഷ ഞാൻ തന്നെ കൊള്ളണം, നിങ്ങൾ എന്നെ കൊള്ളണം. അന്നേരം ആടെ പറയാം ഞാൻ നമ്മളെ പാർട്ടി എല്ലാം പാർട്ടി തന്നെ. അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. അത് തന്നെയാണ് രാഷ്ട്രീയം. അതിന്റെ പിന്നിൽ വരുന്ന എല്ലാ ഇബ്ലീസിന്റെ പാർട്ടിയാണ്. മനസ്സിലാക്കണം, വളരെ സൂക്ഷിക്കണം. മാനമുള്ള മോമിനിങ്ങൾ ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് പറയാനുള്ള ദിക്ർ പിന്നെ ദിക്റോ തണുപ്പിൽ മോമിനി നബിയെ തങ്ങളെ എന്താണ് വേദ പറഞ്ഞ മോമിനിങ്ങൾക്ക് എന്ത് ആരിക്കാ വേദ വരണ്ടേ? വലത്തെ ചെവി കെട്ട് ഇടത്തെ ചെവി കിടന്ന് ഞാൻ എന്റെ ശരി നേരെ കള്ള ഷോപ്പിൽ, അല്ലെങ്കിൽ എന്റെ മക്കൾ നേരെ അങ്ങോട്ട്, അല്ല എന്റെ ഭാര്യ നേരെ. ഇപ്പോൾ
പിന്നെ എവിടെയാ നന്നാവാ? ആരാ ഉമ്മാനും നന്നാവണ്ടേ? എന്റെ ശരീരം നന്നാവണം, നിങ്ങൾ വാല് കേട്ടിയെങ്കിൽ നിങ്ങളെ ശരീരം നന്നാവണം, നിങ്ങൾ കുടുംബക്കാരും ശരി നന്നാവണം, വീട്ടിലുള്ളവരും നന്നാവണം. എങ്കിൽ മാത്രമേ അവരുടെ വീട്ടിലുള്ള ഒരു ഉപകാരം ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾക്ക് ബഹുമാനമുള്ള മോമിനിങ്ങളുടെ പേര് പറഞ്ഞ് തന്നിട്ടില്ല എന്ന് നാളെ മനസ്സിൽ ആർക്കും പറയാൻ കാര്യമില്ല. ഇവിടെ ഈ പള്ളി സാക്ഷിയാണ്, ഭൂമി സാക്ഷിയാണ്, ഇവിടെയുള്ള കെട്ടിടങ്ങൾ സാക്ഷിയാണ്, ഇവിടെയുള്ള മരങ്ങൾ സാക്ഷിയാണ്, വൃക്ഷങ്ങൾ സാക്ഷിയാണ്. മനുഷ്യന്മാര് സാക്ഷിയാക്കാൻ പറ്റില്ല. എല്ലാം കളവ് പറയുന്ന എല്ലാം കളവ, ഒരൊറ്റ ഒന്നിനെ വിശ്വസിച്ചു പോകും. അതങ്ങനെയാണ്. മാനമുള്ള മുഖത്തിലെയും നല്ല മോമിനിങ്ങൾ കഴിഞ്ഞുപോയില്ലേ? ഇതുപോലുള്ള ഒരു മാരകമായ രോഗങ്ങളൊന്നും തന്നിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഓരോ നാടുകളും ക്യാൻസറിന്റെ പിടിയിലാണ്. എത്ര ചെറുപ്പക്കാരെ ക്യാൻസർ കൊണ്ട് വരുന്നതറിയോ? എന്തേ കാരണം നിങ്ങൾക്ക് സമ്പത്തേറി ഞാനും നീ തെറ്റ് ചെയ്തതിന്റെ കാരണമാണേ. ഇപ്പം ഇതാ പിന്നെ കാസർഗോഡ് അടുത്ത ഒരു സ്ഥലമാണ് മൊഗ്രാൽ. അവിടെ എത്രയോ ചെറുപ്പക്കാരെന്താണ് മക്കളെ, ചെറുപ്പക്കാരെ ക്യാൻസറാണ്. പല കുട്ടികൾക്കും ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ക്യാൻസർ രോഗമാണ് കേട്ടോ. കാരണം എന്താ? വെറും പണ്ഡിതന്മാരെ രാഷ്ട്രീയത്തിന് വേണ്ടി പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ, സയ്യിദന്മാരും ചീത്ത പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു ആ നാട് തന്നെ ക്യാൻസലായി അങ്ങ് ചെയ്യുകയാണ്. ഇവിടെ ഹെൽത്തിന്റെ പ്രശ്നമില്ല, ശുദ്ധിയുടെ പ്രശ്നമില്ല, വൃത്തിയുടെ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം ചെറുപ്പക്കാർ. നിങ്ങളിവിടെ എന്താണ് മഹാനവർ കിടക്കുന്നുണ്ട് വിചാരിച്ച് നിങ്ങൾ എന്തും കളിക്കാൻ പോകരുത് കേട്ടോ. തീർച്ചയായും മഹാനൂർ സഹായം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുകയുണ്ടല്ല. ആ മൊഗ്രാൽ ഔലിയാക്കന്മാർ അവിടെ കിടക്കുന്നുണ്ട്. പോരാ, ആഴ്ച തോറും സലാത്ത് അവിടെ നടക്കുന്നുണ്ട്. മക്കളെ മാസം തോറും എന്താണ് പലതും അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ് ആ നാട്ടിൽ നടക്കുന്നു. പക്ഷേ ഒന്നിന്റെയും മക്കളെ അവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ സഹായം പോലും അവിടെ ഇല്ലാതായി. മാത്രമല്ല സലാത്ത് നടക്കുന്നുണ്ടെങ്കിലും ഹബീബിന്റെ ഒരു നോട്ടം അവിടെ ഇല്ല കേട്ടോ. മക്കളെ ചെറുപ്പക്കാരെ ആലോചിക്കണം. ഞാനും നീയും തെറ്റങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിടെ സലാത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സ്റ്റഡി ക്ലാസ് നടക്കുന്നുണ്ട്, ഇവിടെ ഔലിയാക്കന്മാരുണ്ട് എന്ന് അള്ളാഹു നോക്കൂല കേട്ടോ. അത് നോക്കണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക, കളിച്ചു പോകരുത്. ഇവിടെയുള്ള മഹാനവരോട് കളിച്ചു പോലുള്ള ഔലിയാക്കന്മാരോട് ആ പ്രത്യേകം നിങ്ങൾ എന്താണ് ഭാരവാഹികളോട് പറയാണ്, ജമാഅത്ത് കമ്മിറ്റിയോട് പറയാണ്, കളിച്ചു പോകരുത്. അല്ലാഹുവിനെ അറിയുകട്ടോ, മറന്നു പോകരുത് കേട്ടോ. വളരെ സൂക്ഷിക്കണം. തീർച്ചയായും കുടുംബം മുഴുവനും നശിപ്പിച്ചു കളയും. അതാ മക്കളെ എന്താണ് ഓരോ രാജ്യങ്ങളും എന്താണ് വിഷപ്പെട്ട പനികളാണ് മക്കളെ. ചിക്കൻ കുനിയോ മട്ടൻ കുനിയോ അല്ലെങ്കിൽ എന്താണ് എലിപ്പനിയോ ഡെങ്കിപ്പനിയോ ഒരു പനിയുമല്ല. ഇപ്പോൾ എന്താണ് പറയുന്നത്, കറുത്ത പനി എന്ന് പറഞ്ഞൊരു പനി വന്നിട്ടുണ്ടോ? കറുത്ത പനി. എന്ത് പനിയാവോ അല്ലാഹു അഅലം. അതിന് പേരിട്ടത് കറുത്ത പനി എന്നാ. ഇനി ചുവപ്പ് പനി വരാനുണ്ടോ എന്നറിയില്ല. ഡോക്ടർമാർ കറുത്ത പനി എന്നാണ് പേരിട്ടിട്ട്. എന്ത് കറുത്ത്? ഇനി കുറച്ച് കഴിഞ്ഞാൽ ചുവപ്പ് പനി വരും, കുറച്ച് കഴിഞ്ഞാൽ പച്ചപ്പനി വരും. എന്ത് പനിയാവോ? നിങ്ങൾ പേരെന്തിട്ടാലും ശരി, പക്ഷെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ചെറുപ്പക്കാർ നിങ്ങൾ ആലോചിക്കണം. എന്താണ് എലി? അള്ളാഹുവിടെ ഭൂമി സൃഷ്ടിച്ചത് മുതൽ ലോക അവസാനം വരെ ഇവിടെ എലിയും ഉണ്ടാവും, പന്നിയും ഉണ്ടാവും, പക്ഷിയും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ ജനിച്ചനുസരിച്ച് മരിക്കുന്നു, മരിക്കുന്നതനുസരിച്ച് ജനിക്കുന്നു. അത് മൃഗങ്ങളിൽ അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? അത് ലോക അവസാനം വരെ അങ്ങനെയാണ്. അവിടെ ഒരു ഗവൺമെന്റിനും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ അല്ല ലോക പോലീസിനോട് എന്തു ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവാണ്. അത് ആർക്കും നശിപ്പിക്കാനും കഴിയില്ല. പക്ഷെ എന്താ, എലിയും പനിയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് എലിയും പനിയുമായി യാതൊരു ബന്ധമില്ല, പക്ഷിയും പനിയുമായി യാതൊരു ബന്ധമില്ല, അതുപോലെ പന്നിയും പനിയുമായി യാതൊരു ബന്ധമില്ല. അതെല്ലാം നിങ്ങൾ പേരെന്തിട്ടാലും ശരി, അത് വിഷപ്പെട്ട പനിയാണ്. വിഷപ്പെട്ട പനിയാണത്. ആ പനി ആ മനുഷ്യന് പിടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു എന്ന് കരുതണം. അതാണ് ഇന്ന് പല സ്ഥലങ്ങളും എന്താണ് ആ എലിപ്പനി. അതെല്ലാം ഞാനും നീയും ധിക്കരിച്ച് നടന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്താണ് ആ വിഷപ്പെട്ട പനി കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളെ നാടും തൊട്ടുകിടക്കുന്ന നാടുകളും എല്ലാ പട്ടണങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ ഗ്രാമങ്ങളും എല്ലാ കറികളും
അല്ലാഹു നമ്മളെ ഈ വേഷപ്പെട്ട വരികളെ കൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ അടിമകളാണ്, നീ രക്ഷിതാവാണ്. രക്ഷിതാവ് പറഞ്ഞ് കേൾക്കാത്തതിന്റെ പേരിൽ അടിമകളെ ശിക്ഷിക്കാനുള്ള അധികാരം നിനക്കുണ്ട് റബ്ബേ. ഇവിടെ കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബിനെ തഫ്സീലാക്കാതെ ഞാനും നിങ്ങളും രക്ഷപ്പെടൂല, ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബേ, ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ എത്രയോ ഔലിയാക്കന്മാരും അതുപോലെ തന്നെ സാദാത്തുക്കളും സ്വാലിഹീങ്ങളും മലായിക്കത്തുകളും എല്ലാം ഉള്ള സജ്ജാണ് റബ്ബേ. ചെറിയ പിഞ്ചു കുട്ടികളും പോലും അവരെല്ലാം ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ നാട്ടിൽ വരുന്ന എല്ലാ ആഫത്ത് മുസ്ലിമിനും നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. എല്ലാ മാലിക രോഗം തെറ്റ് നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ നീ ശിക്ഷിക്കല റഹ്മാനെ. നീ ശിക്ഷിക്കേണ്ട അധികാരം നിനക്കുണ്ട്. ഇല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരം, ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ എല്ലാവരും എല്ലാ ലാഹിറും ബാത്തിനുമായ രോഗം തരണം റഹ്മാനെ. റബ്ബേ, എത്രയോ മാരങ്ങൾ പിടിവിട്ട് കിടന്ന് ഉരുളുന്നവരുണ്ട്. എന്തൊരു ശുചിയാണല്ലോ ശുചിക്കുന്നത്, എന്നിട്ട് ഒരു മാറ്റം പോലും നമ്മളെ കൽബിൽ വന്നിട്ടില്ല. മക്കളെ വരുമോ എന്നൊരു ചോദ്യം നമുക്ക് ഒന്ന് അന്വേഷിച്ചൂടെ മക്കളെ? തീർച്ചയായും വരാൻ പ്രയാസമുണ്ട്. ഈമാന്റെ ടോണിക്ക് കഴിക്കാനും പ്രയാസമുണ്ട്. റബ്ബേ, ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, കൊല്ലം മുഴുവനും മക്കളെ ഇബാദത്തെടുക്കുന്നു. പക്ഷേ ഒരു നിലക്കുള്ള ഈമാൻ നമ്മളെ കൽബിലില്ല കേട്ടോ. ഏത് പണ്ഡിതന്റെ കൽബിലില്ല കേട്ടോ, ഏത് സെക്രട്ടറിന്റെ കയ്യിലില്ല കേട്ടോ, ഏത് തങ്ങളെ കൽബിലില്ല കേട്ടോ. നാം കൊണ്ടൊന്നും പറയാങ്ങ് പോയാൽ ഇത് സയ്യിദിനുമല്ല വിടൂല കേട്ടോ. ഏത് സംഘടന വലിയ പ്രസിഡന്റാണ് തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. തീർച്ചയായും കണ്ണുള്ളവർക്ക് കാണാം, ചെവിയുള്ളവർക്ക് കേൾക്കാം. തീർച്ചയായും അള്ള ശിക്ഷിക്ക തന്നെ ചെയ്യും. നാവ് കൊണ്ടൊന്ന് പറഞ്ഞു പോകട്ടോ മക്കളെ. നാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ്. ആ രാജാവ് അങ്ങ് നശിച്ചാൽ അവന്റെ ശരീരം മുഴുവനും നശിച്ചു, അവന്റെ കുടുംബം നശിച്ചു, അവന്റെ നാട് അങ്ങ് നശിക്കും, അവന്റെ പാർട്ടി അങ്ങ് നശിക്കും, എല്ലാം നശിക്കും കേട്ടോ. ഓർമ്മ വേണം കേട്ടോ മക്കളെ, ചെറുപ്പക്കാരെ, അങ്ങും സയ്യിദന്മാരെ ഓർമ്മ വേണം. നാവ് കൊണ്ടൊന്നും പറഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ തന്ന നാവ് എനിക്കും നിങ്ങൾക്കൊന്നും മറ്റുള്ള പണ്ഡിതന്മാരെ പറയാനോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ച് പണ്ഡിതന്മാരെ ചീത്ത പറയാനോ, അല്ല സയ്യിദന്മാരെ ചീത്ത പറയാനോ എനിക്കോ ഒരു തങ്ങൾക്കും അധികാരമില്ല കേട്ടോ. തീർച്ചയായും പറയുന്ന തങ്ങൾ പോലും അന്നലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തങ്ങളെയും അങ്ങ് ശിക്ഷിക്കപ്പെടും. നഊദു ബില്ലാഹ്. എന്നെയും നിങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബേ, ഞാൻ ഭയപ്പെടുകയാണ് റഹ്മാനായ റബ്ബേ, നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഖബറാരും രക്ഷപ്പെടുത്തൂല കേട്ടോ മക്കളെ. ഖബറിൽ തനിച്ച് ഏകനായ നിലയിലാണ് പോകുന്നത് കേട്ടോ. ആരെ സഹായമില്ല കേട്ടോ മക്കളെ. ഞാനും നിങ്ങളും ജീവിക്കുന്ന സമയത്ത്, ഹയാത്തുള്ള സമയത്ത് അതാ സെക്യൂരിറ്റി ഗാർഡ് വരെ എന്റെ മുമ്പിലുണ്ട് കേട്ടോ. ആ ഹയാത്തുള്ള സമയത്ത് ഒരു ജ്യേഷ്ഠൻ അഞ്ചനെ തൊടാൻ പോലോ, അല്ല അഞ്ചൻ ജ്യേഷ്ഠനെ തൊടാൻ പോലോ ആ സമയത്ത് ഭയപ്പെട്ട ആളുണ്ടായിരുന്നു കേട്ടോ മക്കളെ. അതാ സെക്യൂരിറ്റി ഗാർഡുണ്ട് കേട്ടോ. അവനെ ചോദിക്കാതെ സ്വന്തം അഞ്ചന് എന്താണ് ജ്യേഷ്ഠനെ കാണാൻ പ്രയാസമുണ്ട് കേട്ടോ. അതേ മക്കളെ, കൈകൊണ്ടാണ് ശരീരം തൊടാൻ പ്രയാസമുണ്ട് കേട്ടോ. അതാ മൗത്താലോടുകൂടി ദുനിയാവിൽ തിരിഞ്ഞലോടുകൂടി ഇനി സെക്യൂരിറ്റി ഗാർഡ് വേണ്ട, ഇനി ആരും വേണ്ട. ഇവിടെ അതാ വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ. അതാ എന്താണ് തലയിൽ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഇനിയുടെ സെക്യൂരിറ്റിന്റെ ഗാർഡ് വേണ്ട, ഇനി ഒരു ഗാർഡും ഇവിടെ വേണ്ട. ആരോടും ചോദിക്കേണ്ടതില്ല, ആരോടും സമ്മതം വാങ്ങേണ്ടതില്ല. അതാ വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ. അതാ ഖബറിലേക്ക് താകപ്പെടുകയാണ് കേട്ടോ. അതാ ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡൊന്നും ഇവിടെ വരൂല കേട്ടോ. ആരെയും നോക്കേണ്ടതില്ല കേട്ടോ. അതാ മക്കളെ, ഞാനും നിങ്ങൾ ഹൈ ലെവൽ ജീവിച്ച് അതാ കൊണ്ടുപോയി വെക്കുന്ന ഇവിടത്തേക്കാണ്, ഖബറിലേക്കാണ് കേട്ടോ. അതാ വരുന്നു മക്കളെ. നമ്മളെ ശരീരം അതാ പട്ടാളമാണ് വരുന്നത്, പാമ്പിന്റെ പട്ടാളമാണ് വരുന്നത്, ഉറുമ്പുകളുടെ പട്ടാളമാണ് വരുന്നത്, അതാത്തകളുടെ പട്ടാളമാണ് വരുന്നത്. ഇതുവരെ സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ ഉണ്ടായിരുന്നു, ഇനി ഒരു ഗാർഡ് ഇവിടെ ഇല്ല കേട്ടോ. തീർച്ചയായും അതാ അവർക്കാണ് നമ്മളെ ശരീരം പോകുന്നത് കേട്ടോ. കൊണ്ടാലോചിക്കണം മക്കളെ, ചെറുപ്പക്കാരെ.
പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, നിങ്ങളൊന്ന് അല്പം ആലോചിക്കണം കേട്ടോ, ഓർമ്മ വേണം കേട്ടോ മക്കളെ. ഉലഫാ-റാഷിദീങ്ങൾ പോലോ അതാ സ്വർഗം എന്താണ് ടിക്കറ്റ് കൊടുത്തവരാണ്, അല്ലാഹുവിന്റെ റസൂല് ടിക്കറ്റ് കൊടുത്തവരാണ്. ഖബറിന്റെ അരികിൽ കൂടി പോകുമ്പോൾ അവർ കുട്ടിക്കരഞ്ഞവരാണ്, വിളി കൊടുത്തവരാണ്. ഞാനും നിങ്ങൾ എത്ര പ്രാവശ്യം ഖബറിന്റെ അരികിൽ കൂടി പോകുന്നു മക്കളെ? ഞാനും നിങ്ങളും കരയുമോ മക്കളെ? ഞാനും നിങ്ങളും കരഞ്ഞവരുണ്ടോ മക്കളെ? ഇല്ല ഇല്ല കേട്ടോ. അതിനുള്ള ടോണിക്ക് ഞാനും നിങ്ങളും കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ പ്രയാസമുണ്ട്, കഴിക്കുമുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക മക്കളെ. ഉമ്മമാരെ, നിങ്ങളും അല്ലാഹുവിനെ ഭയപ്പെട്ടോളണം കേട്ടോ. നിങ്ങളെ സൗന്ദര്യത്തെ നിങ്ങൾ പറിച്ചു കിളിഞ്ഞു പോകരുത്. തീർച്ചയായും എന്താണ് അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനാസ ഖബറിലങ്ങ് വെച്ചപ്പോൾ ആ ഖബറോട് പറഞ്ഞത് ഫാത്തിമയാണ്, ഇത് മകളാണ്, റസൂലിന്റെ മകളാണ്, ഹബീബിന്റെ മകളാണ്. ഉടനെ വന്നു മറുപടി കേട്ടോ, ആരും പങ്കീശം പറയേണ്ടതില്ല, ദീപ എന്താണ് റസൂലിന്റെ മകളാണ്, ഫാത്തിമയാണെന്ന് ഇവിടെ പറഞ്ഞു വരേണ്ടതില്ല കേട്ടോ. തീർച്ചയായും അല്ലാഹുവിനെ ഖേദിച്ച് അന്നലക്ക് മക്കളെ ഇബാദത്തെടുത്ത് അതാ ഖൽബ് ശുദ്ധീകരിച്ച് അന്നലക്ക് ജീവിച്ചെങ്കിൽ, തഖ്വ ചെയ്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുള്ളൂ കേട്ടോ. ഏത് ഉമ്മമാർ ഇവിടെ രക്ഷപ്പെടുള്ളൂ കേട്ടോ, ഏത് ചെറുപ്പക്കാരും ഏത് പണ്ഡിതനും ഇവിടെ രക്ഷപ്പെടുള്ളൂ കേട്ടോ. എല്ലാ എങ്കിൽ പങ്കീഷുമാരും പറയേണ്ടതില്ല, ഞാൻ ഖാദിയാറാണ്, ഞാൻ തങ്ങളാണ്, ഞാൻ സംഘടന്റെ തങ്ങളാണ്, പറയേണ്ടതില്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളുവോ. റബ്ബേ, ഞങ്ങളെ ഖബർ നീ സലാമത്താക്കി തരണം റഹ്മാനെ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ, ഞങ്ങളെ ഖബർ നീ കുടുസാക്കല്ല റഹ്മാനെ, ഞങ്ങളെ ഖബർ നീ തീയാനും പുകയാനും നിറക്കല്ല റഹ്മാനെ, ഞങ്ങളെ ഖബർ നീ ഞെരുക്കല്ല റഹ്മാനെ. അവിടെയുള്ള ചോദ്യത്തിന് ഉത്തരം നീ തരണം റഹ്മാനെ. റബ്ബേ, നീ അവിടെ ഗായിബാക്കല്ല റഹ്മാനെ, നിന്റെ സഹായം മാത്രമാണ് അവിടെ ഉള്ളത്. റബ്ബേ, ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്ന് വരും, ഖബർ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം ഖബറിലില്ല റബ്ബേ. ആരും പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല. ഒരു ഭർത്താവും ഒരു ഭാര്യ ഒരു മക്കളോ ഒരു നേതാവും ഖബറിലേക്ക് വരൂല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക റബ്ബേ. ഞങ്ങളവിടെ നീ സലാമത്താക്കണം റഹ്മാനെ. സുറിയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ, നരകത്തിന്റെ പുതപ്പ് കൊണ്ട് ഞങ്ങളാരും പുതക്കല്ല റഹ്മാനെ. ഞങ്ങളെ റബ്ബേ, ഞങ്ങളെ കിതാബിനെ നീ ബലങ്കയിൽ തരണം റഹ്മാനെ, ഇടങ്കയിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും ഭേദപ്പെട്ട് നീ മായ്ച്ചുകളും റഹ്മാനെ. റബ്ബേ, ദീനില്ലായി ജീവിച്ച് ദീനില്ലായി മരിക്കാൻ ഞങ്ങൾ മുഴുവൻ ചെറുപ്പക്കാർക്കോ മുഴുവൻ റബ്ബേ സ്ത്രീകൾക്കോ യാമന്നാൾ നേരുന്ന മക്കൾക്കും നീ അന്നലെ നീ ആക്കി തരണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ നീ മരിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം, റബ്ബേ കണ്ണ് ചിമ്മുന്ന കാലത്തോളം, റബ്ബേ ഞങ്ങൾ ഒരു നിലക്കുള്ള നിനക്ക് എതിർപ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ കണ്ണ് ചിമ്മുന്നതിന് മുമ്പുള്ള വേണ്ടാത്ത എല്ലാ പ്രവർത്തനം ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരം നീ ആക്കല്ല റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ശരീരം റബ്ബേ നല്ലത് ചെയ്യുവാനോ നല്ലത് പറയാനോ നല്ലത് പ്രവർത്തിക്കാനോ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. റബ്ബേ, ദിക്റും സലാത്തും ചെല്ലുന്ന നാവ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. റബ്ബേ, വേണ്ടാത്ത പല കാര്യങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങളെ നാവ് നീ ബലങ്ങളും റഹ്മാനേ. പട്ടിണി കിടന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളെ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനേ. റബ്ബേ, ഞങ്ങളെല്ലാവരെയും റബ്ബേ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ ശഫാഅത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ സാധുക്കളെ നീ പെടുത്തണം റഹ്മാനെ. നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിൽ പോയി അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ മജ്ലിസുള്ളവർക്കും ഇല്ലാത്തവർക്കും
മോങ്ങന്മാർക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. പല മറാത്ത് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. ഇവിടെ കിടക്കുന്ന മഹാനൂറ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരുടെയും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമയുടെ കൂട്ടത്തിൽ സാധുക്കളെ നീ പെടുത്തണം റഹ്മാനെ. നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങളെ റബ്ബേ കൈകൊണ്ട് ഹൗദൽ കൗസർ കുടിക്കാൻ നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങളെ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ. സ്നേഹം റബ്ബേ നിന്റെ ഹബീബിന്റെ സ്നേഹം ഞങ്ങളെ കൽബിൽ റബ്ബേ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങളെ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ. ഇബ്ലീസിൽ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ കണ്ണ് ചിമ്മുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. നീ ചെയ്യണം റഹ്മാനെ. റബ്ബേ ദുആന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആന വായിബാക്കൽ റഹ്മാനെ. റബ്ബേ അവസാനം ആഖിബത്ത് തന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജന നീ പെടുത്തണം റഹ്മാനെ. റബ്ബേ ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. ജഹന്നം നരകത്തിൽ ഞങ്ങൾക്ക് ഇരിക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ അടുക്കൽ വലിച്ചെറിയുന്ന ഒരു അമല റബ്ബേ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ കണ്ണിന്റെ ദോഷം, നാവിന്റെ ദോഷം, ചെവിയുടെ ദോഷം, കയ്യാൽ ദോഷം നീ പുറത്തു തരണം റഹ്മാനെ. മാഫാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ അടുക്കൽ വലിച്ചെറിയുന്ന ഒരമല നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ ദുആന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആന ഗൈബാക്കല്ല റഹ്മാനെ. റബ്ബേ ഇവിടെ ഒരു നല്ല ദർസ് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ ഇവിടെ നല്ലൊരു ദർസ് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. എല്ലാ രാജ്യങ്ങളും എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും റബ്ബേ ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ എല്ലാ ശത്രു വിഭാഗങ്ങളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ ശത്രു വിഭാഗങ്ങളെ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ ശർണത്തോട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും എല്ലാ കറികളും ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായ ഒരു വിഭാഗങ്ങളെയും ഒരു രാജ്യത്തും നീ നിലനിർത്തല്ല റഹ്മാനെ. നീ നിലനിർത്തല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർ, ഞങ്ങളെ സ്ത്രീകൾ, ഞങ്ങളെ കുട്ടികൾ, ഖിയാമത്ത് നാൾ വരുന്ന മക്കളെയോ റബ്ബേ സാലിഹായ മക്കളാക്കണം റഹ്മാനെ. റബ്ബേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അവർ റബ്ബേ ഖിയാമത്ത് നാൾ വരെ നിർത്തി തരണം റഹ്മാനെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ജീവിച്ച് അന്നലക്ക് തന്നെ മരിക്കാൻ നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെല്ലാവരെയും എല്ലാ ഹലാല ഉദ്ദേശം പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ ബലങ്ങളും റഹ്മാനെ. റബ്ബേ ഹലാലായ കാര്യം എടുക്കാൻ നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ ബലങ്ങളും റഹ്മാനെ. റബ്ബേ ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه. Hello, check. Hello.
ഇരിക്കുക നിക്കാഹ് നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് തങ്ങളെ കാണാനോ മന്ത്രിക്കാൻ അവസരം തരുന്നില്ല. സ്റ്റേജിലേക്ക് ആരും വെള്ളങ്ങളോ മറ്റോ കൊണ്ടുവരരുത്, വാങ്ങുകയും അരുത്. ദയവ് ചെയ്ത് അതേ സീറ്റിൽ തന്നെ ഇരിക്കുക. 2 നിക്കാഹ് നടക്കാനുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മുസാഹഫത്ത് ചെയ്യാനും മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ അവസരം നൽകുന്നതാണ്. ബഹുമാനമുള്ളവര്,